ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിതാ ഒരു സിമ്പിൾ അറബിക് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇപ്പൊ ലോകം ഒട്ടുക്കും ഒരേ ഒരു പേര് മാത്രം, ഖത്തർ. അപ്പൊ ഖത്തറുകാരുടെ ഒരു ഒതന്റിക്, അവര് ഡെയിലി ഇടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു മീറ്റ് വെച്ചോ ചിക്കൻ വെച്ചോ ചെയ്യുന്ന ഒരു റൈസിന്റെ റെസിപ്പിയാണ്. സിമ്പിളാണ്, ഒന്ന് കണ്ടു നോക്കൂ, അടിപൊളിയാണ്. നമ്മുടെ ബിരിയാണിന്റെ ഒക്കെ വേറൊരു വേരിയേഷൻ, അവരൊരു ഒതന്റിക് റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു നല്ല അടിക്കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, വിസിലൊന്നും വേണമെന്നില്ല. കുക്കർ വെച്ചപ്പോൾ നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറാണ് എടുത്തത്. പിന്നെ നല്ലോണം അടിച്ചുറപ്പുള്ള മൂടിയും ഉണ്ടാവുമല്ലോ. അപ്പം അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ ഇതാ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് 1 കിലോ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലില്ലാത്ത പീസായിട്ടും ചേർക്കാം, എല്ലുള്ള പീസായിട്ടും ചേർക്കാം കേട്ടോ. ഇതിൽ കിടന്ന് ഒന്ന് തിരിച്ചും മറച്ചു വിട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം ഡയറക്റ്റ്. ഇനിതാ നമ്മളെ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കണ്ടോ, ഓയിലിൽ കിടന്നിട്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതാ 2 ബേ ലീഫ് പൊട്ടിച്ചെടുക്കുന്നതിനുമില്ല, 2 കഷ്ണം പട്ട, ഒരു തക്കോലല്ലേ സ്റ്റാർ അനീസ് അതിട്ട് കൊടുക്കാം, ഒരു 5 പൂവ് ഇട്ട് കൊടുക്കാം, കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കാം, ഒരു 2 നമ്മൾ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒന്നുകൂടെ ഇതിലേക്ക് എടുക്കട്ടെ. മിക്സൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇട്ടാൽ ചിലപ്പോൾ ഈ ചിക്കനിൽ പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ടല്ലോ, അത് ഒരു കയ്പ്പ് വരും. ഓയിൽ തന്നെ കിടന്നിട്ട് ഒരു കയ്പ്പ്, അതാണ് ഇപ്പം ചേർത്തി കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ട് പൊടിച്ച് നമ്മൾ അറബിക് മസാല അല്ലേ, അത് 1 ടേബിൾ സ്പൂണ് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കപ്സ മസാല ചേർത്താം, അങ്ങനെ നമ്മൾ വാങ്ങിക്കുന്ന കപ്സ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അറബിക് മസാലേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ചെയ്യട്ടോ, അതാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ്. മജ്ബൂസ് മസാല, കപ്സ മസാല അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്തി കൊടുത്താലും മതി. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങളിൻ്റെ ആ ലിങ്കിൽ കയറി നോക്കിയാൽ കറക്റ്റ് റെസിപ്പി കിട്ടും, അത് നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കൊട്ട് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തി കൊടുത്താലും മതിയേ. ഞാൻ ചെറിയൊരു കളറിന് ഞാൻ മഞ്ഞൾപ്പൊടി നമ്മളെ മസാലയിൽ നല്ലോണം ആദ്യം ചേർത്തിക്കൊണ്ട് ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇപ്പോൾ വാങ്ങുന്ന മസാലയിൽ മഞ്ഞൾപ്പൊടി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മസാല ഉണ്ടായതുകൊണ്ട് അതിന് ഓൾറെഡി ഞാൻ നല്ലോണം മഞ്ഞൾപ്പൊടി ചേർത്തിയതാണ് നമ്മൾ അറബിക് മസാലയിൽ, അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടിൻ്റെ ആവശ്യം വരുന്നില്ലേ. 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളകും ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ട് വെന്ത് വരട്ടെ, നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് വരട്ടെ. അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ, കുറച്ച് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്ത്. അപ്പോൾ ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് ഒന്ന് വെള്ളം ഇറങ്ങിക്കോളൂ ഉള്ളി നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂണും പിന്നെ വേണേൽ പിന്നെ ചേർത്തി കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയതായിട്ട്, അതും ചേർത്തി കൊടുക്കാം. ഈ ഉപ്പ് ചേർത്തി കൊടുക്കണ്ടേ. ഈ തക്കാളി കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിച്ച് വരട്ടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ഒഴിക്കുക കേട്ടോ, അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. അപ്പോൾ കണ്ടോ നമ്മളെ തക്കാളി ഇതിനോട് യോജിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊരു 5 മിനിറ്റ് കൂടി നന്നായിട്ട് ഒന്നുകൂടി വേവിക്കാം. ചെറുതായിട്ട് വെള്ളം ഇനി ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം കണ്ടോ നന്നായിട്ട് വെള്ളം ഉണ്ട്, വേണമെങ്കിൽ ഒരു ഇത്തിരി ചുടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വെള്ളം ഇല്ലെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ചുടുവെള്ളം ഒഴിക്കാവും. ഓക്കെ, ഒഴിച്ച് വെക്കട്ടെ. ഞാൻ കുക്കറിൻ്റെ വിസിലങ്ങ് എടുത്താഴ്ഞ്ഞുണ്ട് കേട്ടോ, അത് ജസ്റ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവ് വേണ്ടിയവർക്ക് കുറച്ച് 1 ടീസ്പൂൺ ഇല്ല, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്
ശരിക്കും കുരുമുളക് പൊടി ഒരു ചേർക്കുന്നില്ല. ഇത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തിയതാണ്. ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. കാരണം ആകെ 2 പച്ചമുളക് മാത്രം, പിന്നെ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറല്ലേ ചേർത്തുള്ളൂ. വേണമെങ്കിൽ ചേർത്തിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു 1/2 വേവിൽ ബസ്മതി അരി എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ലൈറ്റോട് ചിലപ്പം കാണുന്നുണ്ടാവില്ല. 1/2 വേവിൽ എടുത്ത് വെച്ചാണ്. ഒരു 3 കപ്പ് അരിൻ്റെ 1 കിലോ ചിക്കനാണ് നമ്മളെടുത്തത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മേലേക്ക് 1/2 വേവ് എന്ന് പറയാൻ കാരണം ഇനിയും ഇത് ഒരുപാട് സമയം നമ്മൾ വെക്കും. അപ്പോഴേക്കിനും ഓൾമോസ്റ്റ് നല്ല വെന്ത പോലെയുള്ള ഒരു റൈസാണ്. എന്നാലും അധികം വെന്ത് പോകുന്നതിനാണ് ഞാൻ 1/2 കുക്ക് ചെയ്ത അരി തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പകുതിയോളം ഇട്ടുണ്ട്. ഇനി നമ്മളെ നേരത്തെ അറബിക് മസാല കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങളടുത്ത് സാഫ്രോൺ അഥവാ കുങ്കുമം ഉണ്ടെങ്കിൽ കുങ്കുമം കുറച്ച് പാലോ ചുടുവെള്ളത്തിലോ കുതിർത്തിയെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ല മഞ്ഞൾ പൊടി കുറച്ച് ചെറുനാരങ്ങ നീരിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിതാ ചാലിച്ച് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ നീരിലാകുമ്പോൾ മഞ്ഞൾപ്പൊടി പെട്ടെന്ന് അങ്ങ് ചാലിച്ച് കിട്ടുകയും ചെയ്യും. അത് കുറേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഇത്തിരി നെയ്യൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചോറിനൊരിത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ഇത്തിരി ഒഴിച്ചു കൊടുത്താണ്. ഇനി നമുക്ക് ബാക്കി ചോറ് കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി ചോറ് കൂടെ ഇട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ മഞ്ഞളും ലെമണും ഒഴിച്ചു കൊടുത്തു. നമ്മൾ അറബിക് സ്പൈസസ് കുറച്ചിട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണം ഈ മസാലയിൽ ചിലർ മറ്റേ നമ്മുടെ കടലല്ലേ, കടല, കാപ്സിക്കം ഇതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്തിച്ചില്ല കേട്ടോ. നമ്മളെ വെള്ളക്കടല പുഴുങ്ങിയത് ചേർക്കുന്നവരുണ്ട്, അതേപോലെ കാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്ത് ചേർക്കുന്നവരുണ്ട്. അതൊക്കെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒന്നും ചേർത്തില്ല, പ്ലെയിൻ ആയിട്ടാണ് ചെയ്ത്. ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അവരെന്തായാലും ചെയ്യുന്നതാട്ടോ. പ്രത്യേകിച്ച് മുന്തിരി, ഉണക്കമുന്തിരി അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില, പാർസ്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും പാർസ്ലിയിലയും കൂടെ മിക്സ് ചെയ്തിട്ടാലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ മല്ലിയില മാത്രം ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാനിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 20 മിനിറ്റ് വെക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടേ തുറക്കാം. അപ്പോൾ ചെറിയ തീയിൽ 20 മിനിറ്റ് ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്തു. വീണ്ടും ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്യും. എല്ലാം കൂടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിട്ടോ. ഒന്ന് നന്നായിട്ട് റൈസും മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണേ. അതേപോലെ ഈ റൈസ് എടുക്കുമ്പോ പിന്നെ നല്ല ചൂടാണ്, ഇങ്ങനെ പൊട്ടി പോവാതെ നോക്കണേ. അതേപോലെ റൈസ് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേവിക്കും പോലെ തന്നെ അരമണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തിയിട്ട് പിന്നെ നല്ലോണം തിളച്ച വെള്ളത്തിൽ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് അതിൽ ഒരു 1/2 കുക്ക് ചെയ്തെടുത്താണ്. ഒരു സെർവിങ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം റൈസ് ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്തിട്ടുള്ള. ഇത് റൈസിൻ്റെ മേലെ നമുക്ക് ആ ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. ഇത് ഖത്തറിലെ ചില ഭാഗങ്ങളിൽ ഒതൻറ്റിക്കായിട്ട് അവർ ഡെയിലി അവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്നൊരു റെസിപ്പി ആട്ടോ ചിക്കൻ റൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ബിരിയാണിനോടൊക്കെ സാദൃശ്യം തോന്നും അല്ലേ, അതേ ടൈപ്പിലുള്ളൊരു റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതാ നമുക്കിതിൻ്റെ മേലെ ഞാൻ ആ ചിക്കൻ്റെ മസാലയും വെച്ചെടുത്ത് മേലതാ കുറച്ച് മല്ലിയിലയും നമ്മളെ നേരത്തെ തന്നെ അടിച്ച് കുറച്ച് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും കണ്ടല്ലോ, ഇത്ര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.